സോ ഇഷ്യൂസ് ഇൻ ക്ലാസ് റൂം അസസ്മെന്റ് ഡിസ്കസ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ചാലഞ്ചസ് ഇൻ ക്ലാസ് റൂം അസസ്മെന്റ് കഴിഞ്ഞതിന് ശേഷം അടുത്ത് വരുന്ന ടോപ്പിക്കാണ് എന്ത് റിഫോംസ് ഇൻ അസസ്മെന്റ്. സോ റിഫോംസ് ഇൻ അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി അത് മെയിൻ ചെയ്യുന്നത് എന്താണ്, അസസ്മെന്റ് പ്രോസസ്സിൽ വന്നിരിക്കുന്ന റിഫോംസ് എന്തൊക്കെയാണെന്നാണ്. അതേപോലെ അതിന്റെ കൂടെ നമുക്ക് പഠിക്കാനുള്ള ഒരു കാര്യമാണ് ഇപ്പോഴത്തെ റിഫോംഡ് ആയിട്ടുള്ള അസസ്മെന്റ് മെത്തേഡ്സ് എന്തൊക്കെയാണെന്നുള്ളതും. ഇപ്പൊ രണ്ടും ഉണ്ട്. ആദ്യം നമുക്ക് റിഫോംസ് ഇൻ അസസ്മെന്റ് കാണാം, അതായത് ഏതൊക്കെ കമ്മിറ്റീസ് ഏതൊക്കെ റിപ്പോർട്ടിലാണ് എന്തൊക്കെ അസസ്മെന്റിനെ റിലേറ്റഡ് ആയിട്ട് റിഫോംസ് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിപ്പോൾ റിഫോംഡ് ആയിട്ടുള്ള അസസ്മെന്റ് മെത്തേഡായ രണ്ട് മെത്തേഡ്സ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് ഇസ് ഓപ്പൺ ബുക്ക് ടെസ്റ്റ്, രണ്ടാമതാണ് ഓൺലൈൻ എക്സാമിനേഷൻസ്. ഓക്കെ, സോ ഇത് രണ്ടും നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, റിഫോംസ് ഇൻ അസസ്മെന്റ്. അപ്പൊ അസസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, ഇൻഡിപെൻഡൻസിന്റെ ടൈമിൽ തന്നെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്തായിരുന്നില്ല, പ്രോപ്പർ ആയിരുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ലീഡേഴ്സ് എന്തായിരുന്നു, അവർ വളരെ കൺവിൻസ്ഡ് ആയിരുന്നു. എന്തിന്, കറക്റ്റായിട്ട് ഈ ഒരു ഇന്ത്യയുടെ ഫ്യൂച്ചർ നേരെ ചൊവ്വെ കൊണ്ടുപോകണമെങ്കിൽ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം ബേസിക്കലി നമ്മൾ എന്ത് ചെയ്യണം, ഫുള്ളായിട്ട് റെഡിയാക്കണം. ഓക്കെ, സോ at the time of independence നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം wasn't formed at all. നമുക്ക് അവിടെ എവിടെയും ഓരോ യൂണിവേഴ്സിറ്റീസ് ഉണ്ടെന്നല്ലാതെ ഒരു രീതിയിലും എഡ്യൂക്കേഷൻ സിസ്റ്റം കംപ്ലീറ്റ്ലി ഫോംഡ് ആണെന്ന് പറയാൻ പറ്റില്ല. ബട്ട് ആ നാഷണൽ ലീഡേഴ്സ് were so convinced about what setting up a proper education system in our country. അവർ വിചാരിച്ചത് അല്ലെങ്കിൽ അവരുടെ തോട്ട് എങ്ങനെയായിരുന്നു, unless we set up a proper education system ഇന്ത്യയുടെ പ്രോഗ്രസ് നടക്കില്ല. സോ എഡ്യൂക്കേഷൻ ബേസ്ഡ് ആയിരിക്കും നമ്മുടെ കൺട്രിയുടെ പ്രോഗ്രസ് എന്നുള്ളത് അന്ന് നമ്മുടെ നാഷണൽ ലീഡേഴ്സ് എല്ലാം ഒരുപോലെ എഗ്രി ചെയ്തിരുന്ന ഒരു കാര്യമാണ്. സോ ടൈം ടു ടൈം നമുക്ക് എന്ത് വന്നിട്ടുണ്ട്, പല എഡ്യൂക്കേഷണൽ കമ്മിറ്റീസും കമ്മീഷൻസും വന്നിട്ടുണ്ട്. എഡ്യൂക്കേഷണൽ റിഫോംസിന് വേണ്ടിയിട്ടും ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒന്ന് എന്താ പറയുക പ്രോപ്പർ ആക്കുക എന്നുള്ളതല്ല, ഓരോ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലും അതേ സമയത്ത് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതൊക്കെ ഇൻകോപ്പറേറ്റ് ചെയ്ത് അതിനെ റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കാനുള്ളൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു എഫേർട്ട് നമ്മുടെ എന്താ പറയുക ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ബേസിക് ആയിട്ട് നമുക്കിപ്പം പറയാനുള്ളത് 3 എഡ്യൂക്കേഷൻ കമ്മീഷൻസ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വളരെ നോട്ടീസബിൾ ചേഞ്ചസ് കൊണ്ടുവന്ന എഡ്യൂക്കേഷൻ കമ്മീഷൻസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ ആണ് എന്ത്, മുതലിയാർ കമ്മീഷൻ. സെക്കൻഡ് കൊത്താരിസ് കമ്മീഷൻ റിപ്പോർട്ട്, കൊത്താരി കമ്മീഷൻ. ആൻഡ് തേർഡ് വൺ ഇസ് NPE, ദാറ്റ് ഇസ് നാഷണൽ പോളിസി ഫോർ എഡ്യൂക്കേഷൻ. ഇത് നമുക്ക് വേണമെങ്കിൽ NCFും NEP ഒക്കെ ആഡ് ചെയ്യാം. പക്ഷെ ഞാൻ ബേസിക്കലി ഹിസ്റ്റോറിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ആക്ച്വലി നേരത്തെ പഠിച്ചതുമാണ് അല്ലെ, കണ്ടംപററി ഇന്ത്യയിൽ നമ്മൾ ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോവാം എന്തൊക്കെയാണ് ഇതിൽ വരുന്നത് എന്നുള്ളത്. സോ ഫസ്റ്റ് വരുന്നത് എന്ന് പറയുന്നത് എന്താ, ഇതൊരു ഇൻട്രൊഡക്ടറി പോർഷനാണ്. അപ്പോൾ റിഫോംസ് ഇൻ അസസ്മെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബേസിക്കലി എന്ത് പറയാൻ പറ്റണം, ഈ അസസ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഇന്റഗ്രൽ പാർട്ടാണ്. അപ്പൊ അതിനെന്തുണ്ട്, അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട് ടു എൻഷുർ ക്വാളിറ്റി എഡ്യൂക്കേഷൻ. പിന്നെ അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, എക്സാമിനേഷൻ സിസ്റ്റംസും പ്രോപ്പർ മെത്തേഡ്സ് ഓഫ് അസസ്മെന്റും കൊണ്ടുവരാനാണ്. ഈ പ്രോപ്പർ മെത്തേഡ്സ് ഓഫ് അസസ്മെന്റ് എന്ന് പറയുന്നത് വാലിഡ് ആയിരിക്കണം, റിലയബിൾ ആയിരിക്കണം, അതൊരു പവർഫുൾ ടൂൾ ആയിരിക്കണം. എന്തിന്, ടീച്ചിങ് ആൻഡ് ലേണിങ്ങിനെ ഇംപ്രൂവ് ചെയ്യാനാണ്. അപ്പൊ അതിന് കുറച്ച് പോയിന്റ്സ് നമുക്ക് അവിടെ എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം അല്ലേ. അതിനുശേഷം നമുക്ക് മുതലിയാർ കമ്മീഷനിലേക്ക് വരാം. ഈ മുതലിയാർ കമ്മീഷൻ എന്ന് പറയുന്നത് തന്നെയാണ് എന്ത്, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ. ആൻഡ് ദ റെക്കമെൻഡേഷൻസ് വർ ബേസിക്കലി ഫോർ വാട്ട്, സെക്കൻഡറി എഡ്യൂക്കേഷൻ ലെവൽ. ഓക്കെ, അപ്പം ഈ അസസ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇത് മുതലിയാർ കമ്മീഷൻ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്തിരുന്നത് എങ്ങോട്ടാണ്, സെക്കൻഡറി എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്കാണ്. ഓക്കെ, അപ്പം ബേസിക്കലി കൊണ്ടുവന്ന എഡ്യൂക്കേഷണൽ റിഫോംസ് എന്തൊക്കെയാണ്, ഒന്ന് അസസ്മെന്റ് റിക്വയർഡ് ഇൻ 2 ഏരിയയിലും അസസ്മെന്റ് വേണം, അതായത് സ്കോളറിസ്റ്റിക് ഏരിയയിലും അസസ്മെന്റ് വേണം. രണ്ടാമത്തത് നോൺ സ്കോളറിസ്റ്റിക് ഏരിയയിലും അസസ്മെന്റ് വേണം. അതേപോലെ വേണ്ടതാണ് എന്ത്, റോട്ട് ലേണിംഗ് റെഡ്യൂസ് ചെയ്യണം. റോട്ട് ലേണിംഗ് റെഡ്യൂസ് ചെയ്തിട്ട്, റോട്ട് ലേണിംഗ് നമുക്കറിയാം എന്താണ്, കാണാതെ പഠിക്കുന്നത്, ജസ്റ്റ് കാണാതെ പഠിക്കുന്നത്. അപ്പൊ ഈ മെമ്മറൈസേഷനിൽ നിന്ന് മാറി അണ്ടർസ്റ്റാൻഡിങ് ലെവലിലേക്ക് എങ്ങനെ കൊണ്ടുവരണം, അസസ്മെന്റ് കൊണ്ടുവരണം. പിന്നെ എന്താണ്, ഇൻട്രൊഡക്ഷൻ ഓഫ് ഇന്റേണൽ അസസ്മെന്റ്, അതായത് ഈ CCE എന്ന് പറയുന്ന ഒരു കാര്യം, അതിനെക്കുറിച്ച് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്, മുതലിയാർ കമ്മീഷനാണ്. ഓക്കെ, CC എന്ന് പറഞ്ഞാൽ എന്താണ്, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ. അപ്പൊ അന്ന് ഇംപ്ലിമെന്റ് ചെയ്തു എന്നല്ല, പക്ഷെ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാവണം എന്ന് ആദ്യം കൊണ്ടുവരുന്നത് എന്താണ്, മുതലിയാർ കമ്മീഷൻ തന്നെയാണ്. പിന്നെ എന്താണ്, ഡൈവേഴ്സിഫൈഡ് അസസ്മെന്റ് മെത്തേഡ്സ് യൂസ് ചെയ്യണം. അതായത് നമ്മളിപ്പോൾ ജസ്റ്റ് യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്തായിരിക്കും, ആ സമയത്ത് നമ്മൾ യൂസ് ചെയ്തിരുന്നത് എന്താ, ഫൈനൽ എക്സാം മാത്രമാണ് അല്ലെങ്കിൽ ആനുവൽ എക്സാം മാത്രമാണ്. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം, പല രീതിയിൽ വേണം ഈ അസസ്മെന്റ് കൊണ്ടുവരാൻ. അപ്പൊ അതിൽ എന്തൊക്കെ ഉണ്ടാവണം, ഓറൽ ടെസ്റ്റുകൾ ഉണ്ടാവണം, പ്രാക്ടിക്കൽ എക്സാംസ് ഉണ്ടാവണം,
പ്രോജക്ട്സ് ഉണ്ടാവണം. അതേപോലെ തന്നെ പറഞ്ഞു ഇന്റേണൽ അസസ്മെന്റും വേണം, എക്സ്റ്റേണൽ അസസ്മെന്റും വേണം. 2 തരം അസസ്മെന്റും ഉണ്ടായിരിക്കണം. പിന്നെ പറഞ്ഞാണ് ഈ അസസ്മെന്റ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മളെ എന്താ പറയുക കോഗ്നിറ്റീവ് ഡൊമൈൻ നോളജ് മാത്രം അസസ് ചെയ്യാനല്ല, അത് എന്തുമാത്രം നമുക്ക് ലൈഫിൽ യൂസ് ചെയ്യുന്നു എന്നുള്ളതും നമുക്ക് എന്ത് ചെയ്യണം, അവിടെ അസസ് ചെയ്യണം. അപ്പൊ അതെങ്ങനെ അസസ് ചെയ്യാം? കോ കരിക്കുലർ ആക്ടിവിറ്റീസിലൂടെ. അപ്പൊ കോ കരിക്കുലർ ആക്ടിവിറ്റീസിനും എന്ത് വേണം എന്ന് പറഞ്ഞു? അസസ്മെന്റ് വേണം എന്നുള്ളൊരു കാര്യം അവിടെ വരുന്നുണ്ട്. ഓക്കെ, സോ ഇങ്ങനെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ളൊരു അസസ്മെന്റ് മെത്തേഡ്, അതായത് ഇന്റേണൽ അസസ്മെന്റ് വേണം, എക്സ്റ്റേണൽ അസസ്മെന്റ് വേണം, കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഇവാലുവേഷൻ ആണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് പറയുകയാണ് മുതലിയാർ കമ്മീഷൻ ഈ അസസ്മെന്റ് പ്രോസസ് അല്ലെങ്കിൽ അവരുടെ സെക്കൻഡറി എഡ്യൂക്കേഷൻ സിസ്റ്റം അസസ്മെന്റ് അതിലൂടെ പറഞ്ഞത്, കമ്മീഷനിലൂടെ പറഞ്ഞത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് കൊത്താരി കമ്മീഷൻ. കൊത്താരി കമ്മീഷൻ വന്ന ഇയർ ഏതാണ്? 1964 to 66. അപ്പൊ ഈ ഒരു കൊത്താരി കമ്മീഷന്റെ വേറെ പേരാണ് എഡ്യൂക്കേഷൻ കമ്മീഷൻ. അപ്പൊ മുതലിയാർ കമ്മീഷന്റെ സെക്കൻഡ് നെയിം ആണ് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ. അപ്പൊ കൊത്താരി കമ്മീഷൻ വാസ് മോർ ഫോക്കസ്ഡ് ഓൺ ടു വാട്ട്? ഹയർ എഡ്യൂക്കേഷൻ, സെക്കൻഡറി എഡ്യൂക്കേഷൻ. ഓക്കെ, അതായത് ഹയർ എഡ്യൂക്കേഷൻ വാസ് അത് ഫോക്കസ് ചെയ്തിരുന്ന മുതലിയാർ കമ്മീഷൻ. കൊത്താരി കമ്മീഷൻ വർ മോർ ഫോക്കസ്ഡ് ഇൻ ടു ദ ഓവറോൾ എഡ്യൂക്കേഷണൽ റിഫോംസ്. അങ്ങനെയാണ് കൊത്താരി കമ്മീഷന്റെ വരുന്നത്. അപ്പം കൊത്താരി കമ്മീഷൻ കുറച്ചുകൂടെ എംഫസൈസ് ചെയ്ത കാര്യമാണ് CCE, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ സിസ്റ്റംസ് വേണം. അതിലെന്ത് വേണം? ബോത്ത് ഫോർമേറ്റീവ് അസസ്മെന്റും സമ്മേറ്റീവ് അസസ്മെന്റും ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ അതേപോലെ ഈ സമ്മേറ്റീവ് നമ്മൾ ഇന്റേണൽ അസസ്മെന്റ് നടത്തുന്നതിനെല്ലാം എന്ത് കൊടുക്കണമെന്നും പറഞ്ഞു? ഒരു സർട്ടിഫിക്കറ്റും കൊടുക്കണമെന്ന് പറഞ്ഞു. കാരണം ഇന്റേണൽ അസസ്മെന്റ് ടീച്ചർ എങ്ങനെയും നടത്തി, അങ്ങനെയല്ല, ദാറ്റ് ഷുഡ് ബി പ്രോപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെ വരുമ്പോൾ തന്നെ എന്താണ്, ജസ്റ്റ് ഫൈനൽ എക്സാം മാത്രമല്ല വരിക, അതിന്റെ കൂടെ കണ്ടിന്യൂസ് ഇവാലുവേഷനും വരുന്നുണ്ട്. അപ്പൊ കുട്ടികളിൽ വരുന്നുണ്ട്? ഒരു പ്രഷർ കുറഞ്ഞു വരുന്നുണ്ട് അല്ലെ? അല്ലെങ്കിൽ കുട്ടിക്ക് അന്നൊരു എക്സാമിന്റെ ദിവസം പനിയായാൽ തന്നെ ആ കുട്ടിയുടെ ഒരു ഇയർ പോയി. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്തു? ഈ ഹൈ സ്റ്റേക്ക് എക്സാംസിൽ എംഫസൈസ് ചെയ്തിട്ട് കുറച്ചുകൂടെ റെഗുലർ ആയിട്ടുള്ളൊരു കണ്ടിന്യൂസ് ഇവാലുവേഷൻ നമ്മൾ പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്തത് കൊത്താരി കമ്മീഷനിൽ. പിന്നെ അതേപോലെ വൊക്കേഷണൽ സ്കിൽസിന് സ്പെഷ്യൽ ആയിട്ട് എന്ത് ചെയ്യണം? ഇവാലുവേഷൻ ടെസ്റ്റ് നടത്തണം. വൊക്കേഷണൽ സ്കിൽസ് എന്ന് പറഞ്ഞാൽ ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള സ്കിൽസ്. ഓക്കെ, സോ അതിന്റെ ഇവാലുവേഷനും അതിന്റെ ഇൻക്ലൂഷൻ ഇൻ ദ അക്കാഡമിക്സും രണ്ടും കൊണ്ടുവന്നു. നമ്മളിപ്പം ഇവാലുവേഷൻ ബേസ്ഡ് അസസ്മെന്റ് പഠിക്കുന്നതുകൊണ്ടാണ് അതിന്റെ അസസ്മെന്റിൽ വന്നിരിക്കുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ അസസ്മെന്റ് എങ്ങനെ ആയിരിക്കണം എന്ന് ഈ കമ്മിറ്റീസ് എല്ലാം എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് നമ്മൾ കാണുന്നത്. പിന്നെ അതേപോലെ കൊണ്ടുവന്ന ഒരു കാര്യമാണ് ടീച്ചർ ട്രെയിനിങ് അല്ലെ? അതായത് അസസ്മെന്റ് വേണമെങ്കിൽ, അസസ്മെന്റ് നടത്തണമെങ്കിൽ ടീച്ചേഴ്സിന് അസസ്മെന്റ് പ്രോപ്പറായിട്ട് നടത്താൻ അറിയണം. അപ്പം ടീച്ചേഴ്സിന് എന്ത് കൊടുക്കണം? ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം എന്ന് പറഞ്ഞതും നമ്മുടെ കൊത്താരി കമ്മീഷനാണ്. പിന്നെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്താക്കി? 10+2+3 എഡ്യൂക്കേഷണൽ സ്ട്രക്ചർ ആക്കി ആൻഡ് CCE ഇംപ്ലിമെന്റ് ചെയ്തു. സോ ദീസ് ആർ ദ മെയിൻ പോയിന്റ്സ് വിച്ച് കംസ് അണ്ടർ കൊത്താരി കമ്മീഷൻ. ഇനി നെക്സ്റ്റ് വരുന്നതാണ് NPE, നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ. ഇത് വന്നിരിക്കുന്ന ഇയേഴ്സാണ് 1986, 1992. ഓക്കെ, സോ ഇവിടെ വരുന്ന എന്തൊക്കെയാണ്? സം റിഫോംസ് എന്തൊക്കെയായിരുന്നു? ഒന്ന് CCE. ഓക്കെ, സോ ദാറ്റ് മീൻസ് റെഗുലർ ആയിട്ട് അസസ്മെന്റ് നടത്തുക, അക്കാഡമിക്സിന്റെയും അതേപോലെ തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന്റെയും രണ്ടിന്റെയും റെഗുലർ എക്സാംസും റെഗുലർ സർട്ടിഫിക്കേഷനും എല്ലാം നടക്കണം. 2, എക്സ്ട്രാ സ്ട്രെസ് റെഡ്യൂസ് ചെയ്തിട്ട് എങ്ങോട്ട് വന്നു? കുറച്ചുകൂടെ പാസ് ഫെയിൽ നിന്ന് മാറി ഗ്രേഡിംഗ് സിസ്റ്റം. അതായത് 8ാം ക്ലാസ് വരെ പാസ് ഫെയിൽ ഒന്നും വേണ്ട, നമുക്ക് എന്താ പറയുക എക്സാം സ്ട്രെസ് ഒഴിവാക്കാം. പക്ഷേ കുട്ടികളുടെ ഓവറോൾ പ്രോഗ്രസ്, അതായത് കണ്ടിന്യൂസ് ഇവാലുവേഷനിൽ കൂടെ നമുക്ക് അസസ് ചെയ്യാം, ഹോളിസ്റ്റിക് പ്രോഗ്രസ് നമുക്ക് അസസ് ചെയ്യാം എന്നുള്ളത് വന്നു. പിന്നെ റോട്ട് ലേണിംഗ് മാത്രമല്ല, തിങ്കിങ് സ്കിൽസ്, പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, ഇതിനെയെല്ലാം കുറച്ചുകൂടെ അസസ് ചെയ്യാനുള്ള അങ്ങനെ കോമ്പിറ്റൻസി ബേസ്ഡ് ആയിട്ടുള്ള അസസ്മെന്റ് കൊണ്ടുവരികയും പിന്നെ എക്സാമിനേഷൻസ് കുറച്ചുകൂടെ എന്ത് ചെയ്തു? ഡീസെൻട്രലൈസ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, സോ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് NEP 2020 വന്നപ്പോഴേക്ക് എന്തായി? CCE ഇംപ്ലിമെന്റഡും ആയി. സോ ദീസ് ആർ സം ഓഫ് ദ റിഫോംസ്. നമ്മുടെ ഒരു നാഷണൽ ലെവലിൽ കാണുന്ന അസസ്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ള റിഫോംസ് ആണ് ഈ 3 കമ്മിറ്റീസ്. ഓക്കെ.